പുകമറ. പാരമൺതോട് ഗ്രാമത്തിൽ അന്ന് നട്ടുച്ചയ്ക്ക് കൊണ്ടുനിർത്തിയ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ നിന്നും അയാൾ ഇറങ്ങി. ശേഷം അവിടെ പരിചയമുള്ള ഒരു ചായക്കടയിൽ കയറിയിരുന്നു. ചായക്കടക്കാരൻ അയാളെ കണ്ട് ചോദിച്ചു, "മോനെ കണ്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ. മോൻ്റെ നാടെവിടാ?" "ഞാനീ നാട്ടുകാരനാ. അച്ഛനിവിടാ. ഒന്ന് കാണാൻ വന്നതാ." ഉത്തരം കേട്ട ചായക്കടക്കാരൻ അടുത്ത ചോദ്യം ചോദിച്ചു, "മോൻ്റെ വീട്ടുപേര്?" "കരിമ്പൻ മനയ്ക്കൽ." അയാൾ ഒറ്റ വാക്കിൽ ഉത്തരം കൊടുത്തിട്ട് ഒരു കവിൾ ചായ മോന്തി. പെട്ടെന്ന് ചായക്കടക്കാരൻ പരിചയസ്വരത്തിൽ പറഞ്ഞു, "കരിമ്പൻ മനയ്ക്കൽ തറവാട്ടിലെ ഭാരതി അമ്മയുടെയും കുട്ടിക്കൃഷ്ണൻ മാഷിൻ്റെയും മകൻ സത്യനാരായണൻ അല്ലേ മോൻ?" ചോദ്യം കേട്ട അയാൾ പറഞ്ഞു, "അതേ, ചേട്ടൻ എന്നെ എങ്ങനെ അറിയാം?" "എന്ത് ചോദ്യമാ എൻ്റെ കുട്ടി ഇത്? പണ്ട് എത്ര ചായ നീ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയത് കുടിച്ചിരിക്കുന്നു." പെട്ടെന്ന് സത്യനാരായണൻ അത് ഓർത്തു. "ഓ, ഗോപിച്ചേട്ടൻ. അതെ, ഗോപിച്ചേട്ടൻ തന്നെ മോനെ." ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, "ഈ ചായ കുടിക്കുന്ന രുചിയിലൂടെ നീ എന്നെ ഓർക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ എനിക്ക് നിന്നെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നു." ചായക്കടക്കാരൻ്റെ പരാതി കേട്ട് അയാൾ താൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായയിലേക്ക് ഒന്ന് നോക്കി. ഗ്ലാസ്സിൽ അവശേഷിച്ചിരുന്ന അവസാന ചായയും കുടിച്ച ശേഷം അയാൾ ചായക്കടക്കാരന് നേരെ കാശ് നീട്ടി. അത് കണ്ട് അയാൾ ചോദിച്ചു, "എന്താ മോനെ ഇത്? വർഷങ്ങൾക്ക് ശേഷം നീ എൻ്റെ കയ്യിൽ നിന്ന് കുടിച്ച ആദ്യത്തെ ചായയല്ലേ? അതിന് കാശ് വേണ്ട." "അങ്ങനെ പറയല്ലേ ചേട്ടാ. നാളുകൾ കഴിഞ്ഞ് ഇന്നല്ലേ ഞാൻ ചേട്ടനെ കാണുന്നേ. എൻ്റെ സന്തോഷത്തിന് നിങ്ങളിത് വാങ്ങണം." സത്യനാരായണൻ നിർബന്ധത്തിൽ വഴങ്ങി അയാൾ ചായയുടെ കാശ് വാങ്ങി. കടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി നടന്ന സത്യനാരായണനെ കണ്ട ചെറുപുഞ്ചിരിയോടെ അയാൾ നോക്കി. കടയിൽ നിന്ന് ഇറങ്ങിയ അയാൾ പതിയെ അച്ഛൻ്റെ തറവാട്ടിലേക്ക് നടന്ന് ആ കരിയില കയറിയ മുറ്റത്ത് അയാളെത്തി. അവിടെ പണ്ട് മുതൽ നിന്നിരുന്ന തുളസിത്തറയിലെ വാടിക്കരിഞ്ഞ കൃഷ്ണ തുളസി ചെടിയുടെ ഇലകൾ തളർന്ന മട്ടിൽ അയാളെ നോക്കി നിന്നു. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടയാൾ തിരിഞ്ഞു നോക്കിയത് സത്യനാരായണ പിന്നിൽ നിന്നും വിളിച്ചത് സുകുമാരനായിരുന്നു. അയാളെ കണ്ട സത്യനാരായണൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു. പണ്ട് ഈ തറവാട്ടിലെ വേലക്കാരനായിരുന്ന രവീന്ദ്രൻ്റെ മകനാണ് സുകുമാരൻ. കാലാകാലങ്ങളായി അയാളുടെ കുടുംബക്കാരാണ് ഈ തറവാട്ടിലെ വേലക്കാർ. സത്യനാരായണനെ കണ്ട സുകുമാരൻ വേഗം അടുത്തേക്ക് വന്നു. "എന്താ സത്യനാരായണ ഇങ്ങോട്ടൊക്കെ? ഞാൻ ചോദിച്ചത് കൊണ്ടൊന്നും തോന്നരുത്. നീ അച്ഛനോട് എന്നെ പിണങ്ങിയിറങ്ങിയതല്ലേ?" അയാളുടെ വർത്തമാനത്തിൻ്റെ രീതി സത്യനാരായണന് ഇഷ്ടപ്പെട്ടില്ല. അയാൾ ഇങ്ങനെ പറഞ്ഞു, "പിണങ്ങിയിറങ്ങിയതൊക്കെ പഴയ കഥയല്ലേ സുകുമാര. പെട്ടെന്ന് അച്ഛനെ ഒന്ന് കാണാൻ മനസ്സ് പറഞ്ഞു. അതുകൊണ്ട് വന്നതാ. കണ്ടിട്ട് ഇന്ന് തന്നെ പോവും." സുകുമാരൻ അയാളെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, "അതിന് നിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്ന് മകൻ വന്നു. തിരിച്ചു പോയപ്പോൾ അച്ഛനെയും കൂടി കൊണ്ടുപോയി." സുകുമാരൻ അപ്പുറത്തേക്ക് നീങ്ങി നിന്നിട്ട് വിദേശത്ത് പോയ കുട്ടിക്കൃഷ്ണൻ്റെ മകൻ ശേഖരനെ വിളിച്ചു. സത്യനാരായണൻ അച്ഛനെ തിരക്കി നാട്ടിൽ വന്ന വിവരം അറിയിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് അയാൾ നാട്ടിലേക്ക് വരുന്നുണ്ട്. അതുവരെ സത്യനാരായണനെ തറവാട്ടിൽ താമസിപ്പിക്കാൻ ശേഖരൻ പറഞ്ഞു. സത്യനാരായണൻ ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞ് തിരിച്ചു പോവാൻ ഒരുങ്ങുകയാണ്. പക്ഷേ സുകുമാരൻ അയാളെ നിർബന്ധിച്ചു. "ഒരാഴ്ച കഴിഞ്ഞ് വരുന്നത് പണിയുള്ള കാര്യമാ. ഇത് നീ കളിച്ചു വളർന്ന വീടല്ലേ. ഒരാഴ്ച ഇവിടെ കഴിയേ." സത്യനാരായണൻ അതിന് തയ്യാറായി. അയാൾക്ക് താമസിക്കാനുള്ള മുറി ഒരുക്കാനായി വേലക്കാരൻ നാണപ്പനോട് സുകുമാരൻ പറഞ്ഞു. അയാൾ തിരിഞ്ഞു നടന്നപ്പോൾ സത്യനാരായണൻ അയാളെ നോക്കി. പഴയതുപോലെയല്ല സുകുമാരൻ, ഏറെ മാറിയിരിക്കുന്നു. സംസാരത്തിലും നടപ്പിലും ഒരു ഉദ്യോഗസ്ഥ ശൈലി. സുകുമാരൻ തൻ്റെ വെളുത്ത അംബാസഡർ കാറിൽ കയറുന്നത് നോക്കി നിന്ന സത്യനാരായണൻ കാറിൻ്റെ ഗ്ലാസ്സിൽ ഒട്ടിച്ചിരുന്ന അഡ്വക്കേറ്റിൻ്റെ ചിഹ്നം കണ്ട് അയാൾ ഒരു വക്കീലാണെന്ന് മനസ്സിലാക്കി. സുകുമാരൻ കാറുമായി പോയി കഴിഞ്ഞ് സത്യനാരായണൻ തറവാട്ടിൻ്റെ ചുറ്റുവട്ടവും പരിസരവും ചുറ്റി നടന്ന് കണ്ടു. വേലക്കാരൻ നാണപ്പൻ അയാൾക്കുള്ള മുറി വൃത്തിയാക്കി കൊടുത്തു. തറവാട്ടിലേക്ക് കയറിയപ്പോൾ തെക്കേ വശത്തെ മുറി അടഞ്ഞു കിടക്കുന്നത് സത്യനാരായണൻ കണ്ടു. അത് തൻ്റെ അമ്മ ഭാരതി അമ്മയുടെ മുറിയായിരുന്നു. അവർ മരിച്ച ശേഷം കുറച്ച് അനർത്ഥങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് വിദഗ്ധരായ കുറേ മന്ത്രവാദികൾ ചേർന്ന് ആ മുറി അടച്ചു പൂട്ടിയ ശേഷം മന്ത്രങ്ങൾ ഉരുവിട്ട് അതിൽ താക്കോൽ ചുമന്ന ചരടിൽ കെട്ടി നടുകടലിൽ എറിഞ്ഞ കാഴ്ച സത്യനാരായണൻ ഓർത്തു. വരാന്ത കടന്നു ചെന്ന് പിന്നാമ്പുറത്ത് അടച്ചു മൂടിയ കിണറിന് സമീപം നിന്ന ശേഷം അയാൾ അതിൻ്റെ വിടവിലൂടെ നോക്കി. പണ്ട് ഈ കിണറ്റിൽ വീണിട്ടാ ഭാരതിയമ്മ മരിച്ചത്. അയാൾ പറമ്പിലേക്ക് കണ്ണോടിച്ച് നോക്കി നിൽക്കെ പെട്ടെന്ന് ആരുടെയോ കൈ തോളിൽ തൊടുന്നത് അയാൾ അറിഞ്ഞു. ഞെട്ടിത്തെറിച്ച് അയാൾ നോക്കിയതും വേലക്കാരനെയാണ് കണ്ടത്. നാണപ്പൻ ഭയന്നു കാറിക്കൊണ്ട് പറഞ്ഞു, "സാർ എന്നെയും കൂടി പേടിപ്പിച്ച് കളഞ്ഞല്ലോ. വാ, സമയം വൈകുന്നേരമായി. വന്ന ഒരു ചായ ഇട്ട് തരാം." നാണപ്പനെ നോക്കി ചിരിച്ചിട്ട് അയാൾ പറഞ്ഞു, "ആയിക്കോട്ടെ." അയാൾ പതിയെ കസേരയിൽ ചാരി ഇരുന്നു. അല്പം കഴിഞ്ഞ് നാണപ്പൻ ചായയുമായി വന്നു. അത് വാങ്ങിക്കുടിച്ച ശേഷം സത്യനാരായണൻ ഒരല്പം മയങ്ങി. ഉണർന്നപ്പോൾ നേരം ഇരുട്ടിക്കഴിഞ്ഞു. വേലക്കാരനെ കാണുന്നില്ല. അയാൾ ഒന്ന് പുറത്തു ചെന്ന് നോക്കിയ ശേഷം മുറിയിൽ കയറി കിടന്നു. പുറത്ത് പറമ്പിൽ എവിടെയൊക്കെയോ ചീവീടുകൾ ചിലയ്ക്കുന്ന ശബ്ദം അയാൾ കേട്ടു. വവ്വാലുകൾ പരിസരത്ത് ചിറകടിച്ച് പറക്കുന്നു കേൾക്കാം.
പെട്ടെന്ന് വേലക്കാരൻ ധൃതിയോടെ വന്നു പറഞ്ഞു, സാറേ, ജനാലകളും മറ്റും ഞാൻ അടച്ചിട്ടുണ്ട്. ഞാൻ പറമ്പിലെ പണിപ്പുരയിലാണ് ഉറങ്ങുന്നത്. ആവശ്യം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. കഴിയുന്നതും പുറത്തേക്ക് ചെല്ലാത്തതാ സാറേ നല്ലത്, വേലക്കാരൻ പേടിപ്പെടുത്തുന്ന സ്വരത്തിൽ പറഞ്ഞിട്ട് പോയി.